നമസ്കാരം. കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് ജൂൺ 4-ാം തീയതി പെട്ടെന്നൊരു പ്രതിഷേധ പ്രകടനം വരികയാണ്. അവിടുത്തെ ജീവനക്കാരും മാനേജ്മെൻറ്റും എല്ലാം ഞെട്ടി. എന്താണ് സംഭവം എന്ന് അറിയില്ലാതെ ആ പ്രതിഷേധത്തിൻ്റെ ബാനറിലേക്ക് നോക്കുമ്പോൾ ഗസയെ ചോരയിൽ മുക്കിക്കൊല്ലുന്ന സ്റ്റുഡിയോയ്ക്കെതിരെയാണ് ആ പ്രതിഷേധം എന്ന് ആ ബാനറിൽ കാണുന്നു. SIO ആണ് ആ പ്രതിഷേധം നടത്തിയതും. എന്തായിരുന്നു ആ പ്രതിഷേധത്തിൻ്റെ ഉദ്ദേശം? വളരെ രസകരമാണ്. നമുക്ക് പരിശോധിക്കാം. വാർത്ത കണ്ടിട്ടുണ്ടാവുമല്ലോ. SIO പ്രതിഷേധം നടത്തി. ഇപ്പം ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഷർട്ട് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത ഷർട്ട് കേട്ടോ, 699 രൂപയുള്ളൂ. ഈ ഷർട്ട് ഇട്ടുകൊണ്ട് നമുക്ക് ഈ ഗസേൻ്റെ വിഷയം സംസാരിച്ച് കഴിഞ്ഞാൽ സുഡാപ്പികൾ പ്രശ്നമാക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ഈ സ്റ്റുഡിയോൻ്റെ ഷർട്ട് തന്നെ ഇട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ തന്നെയല്ല അതിനൊരു രസം ഉണ്ടാവും. എന്താണ് ഈ പ്രതിഷേധത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ സ്റ്റുഡിയോൻ്റെ പരിസര പ്രദേശത്ത് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധം എന്നറിയാനുള്ള ഒരു വ്യഗ്രതയിലായിരുന്നു. കാരണം നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്കുള്ള പ്രതിഷേധം കണ്ടിട്ടുണ്ട്, കലക്ട്രേറ്റിലേക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കൊക്കെ പ്രതിഷേധം കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചില ഫാക്ടറികളിലേക്ക് പ്രതിഷേധം കണ്ടിട്ടുണ്ട്. ഇത് സ്റ്റുഡിയോ ഒന്നിനും പെടാത്തൊരു പോസ്റ്റ് ഓഫീസിലെ പ്രതിഷേധം നമ്മുടെ കോഴിക്കോട്. അതെ പോസ്റ്റ് ഓഫീസിൽ ഉണ്ട്. അപ്പോൾ ഇത് ഒന്നിനും പെടാത്ത ഒരു സ്റ്റുഡിയോയിലേക്ക് എന്തിന് പ്രതിഷേധം എന്നുള്ളതാണ് ആളുകൾ ചിന്തിച്ചത്. അവിടുത്തെ എന്താണ് മറ്റൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ അവിടുത്തെ ചാനലിൽ, അതായത് സ്റ്റുഡിയോയിലുള്ള ആളുകൾ വിചാരിച്ചു അവിടുത്തെ തുണി എന്തെങ്കിലും പോയപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ, ഇതിനാണോ ഇവർ കൂട്ടത്തോടെ വരുന്നത് എന്നുള്ളൊരു സാധനം ഉണ്ടായി. സത്യം പറയണമെങ്കിൽ ചേട്ടാ ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഈ സുഡാപ്പികൾക്ക് തീരെ വിവരമില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. കാരണം എന്താ ഇവരുടെ പ്രശ്നം ഇതാണ്. സത്യത്തിൽ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന കമ്പനി, TCL എന്ന് പറയുന്ന കമ്പനി ഇസ്രായേലിലെ എയറോസ്പേസ് ഇൻഡസ്ട്രി ലിമിറ്റഡും ചേർന്ന് അവരുടെ ഒരു സംയുക്ത സംരംഭമുണ്ട്. ആ സംരംഭത്തിൻ്റെ പേര് നോവ ഇൻ്റർഗ്രേറ്റഡ് സിസ്റ്റംസ് ലിമിറ്റഡ്, അതായത് നോവ ഇൻ്റർഗ്രേറ്റഡ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്നാണ്. അതായത് ഇസ്രായേലിൻ്റെ ഒരു എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സംയുക്ത സംരംഭം ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കി. അതായത് അതിൻ്റെ പേര് നോവ ഇൻ്റർഗ്രേറ്റഡ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്നാണ്. ഇത് പ്രതിരോധ രംഗത്ത് വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന, വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഗവേഷണ സ്ഥാപനമാണ്. അത് ഇസ്രായേലുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ ടാറ്റ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഇസ്രായേൽ ഗസയിലെ ആളുകളെല്ലാം കൊന്നൊടുക്കുകയാണ് എന്ന ലക്ഷ്യത്തിൽ ഇവർക്കെതിരെ പ്രതിഷേധമായിട്ട് ഇറങ്ങിയിരിക്കുക. എന്നാ ചേട്ടാ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അങ്ങനെയാണെങ്കിൽ എത്ര സ്ഥാപനങ്ങൾ ഇവർ വിരോധിക്കേണ്ടി വരും? ഇവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും അല്ലേ? ഞാൻ പറയുന്ന വാർത്ത അങ്ങനെയാണെങ്കിലേ ഈ പറയുന്ന പാസ്പോർട്ടിൻ്റെ ബാക്ക് എൻഡിൽ ആരാ വർക്ക് ചെയ്യുന്നത്? ടാറ്റേൻ്റെ TCS വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ റെയിൽവേൻ്റെ, ഇന്ത്യൻ റെയിൽവേൻ്റെ ബാക്ക് എൻഡ് ടിക്കറ്റ് IRTCൻ്റെ സൈറ്റിൽ അതിൻ്റെ ബാക്ക് എൻഡിൽ ആരാ വർക്ക് ചെയ്യുന്നത്? ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ എയർ ഇന്ത്യ ആരാണ്? ടാറ്റ. അങ്ങനെയാണ് ഇവരൊക്കെ ഇങ്ങനെയാ ഈ പറയുന്ന ഈ ഹജ്ജിനൊക്കെ പോവുക. സുഡാപ്പികളുടെ ഹജ്ജിന് പോകും നിൽക്കും. മുസ്ലിംസിന്റെ അല്ല പറയുന്നത്, സുഡാപ്പികളുടെ. കാരണം മുസ്ലിംസിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. അവർക്ക് കാര്യങ്ങൾ അറിയാം, അവരെ ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറയാത്ത ഒരുപാട് ആളുകൾ. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ് ഇതിനകത്തെ പ്രശ്നം. തീർച്ചയായിട്ടും അവരാണ് ഈ പറയുന്നത് മുസ്ലിംസ് ആരും സുരക്ഷിതരല്ല ഇന്ത്യയിൽ. നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ഇവരാരും സുരക്ഷിതരല്ല. ഈ പിണറായി വിജയൻ ഭരിക്കുന്ന ഇന്ത്യയിൽ ഇവരാരും, കേരളത്തിൽ ആരും സുരക്ഷിതരല്ല എന്ന് പറയുന്ന നറേറ്റീവ് അവർ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ. സാധാരണക്കാരായ ഇസ്ലാം മതവിശ്വാസികൾ അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർത്ത് വെച്ച് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഞാൻ ഓർക്കുന്നത് പണ്ട് ഈ പറയുന്ന ഒരു വാട്സപ്പ് ഹർത്താൽ വന്ന സമയത്ത് അന്ന് മുട്ടപ്പപ്സിനോടായിരുന്നു ഇവരുടെ മൊത്തം പ്രതിഷേധം ഉണ്ടായിരുന്നു. യുദ്ധം. ആ മുട്ടപ്പപ്സ് ബേക്കറി ലഹള. ബേക്കറിയിൽ കയറിയിട്ട് ലഡു തിന്നുക, ജിലേബി തിന്നുക, അത് തിന്ന് തീർത്തിട്ടായിരുന്നു ലഹള. അല്ലാണ്ട് അതെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് എന്തായാലും ഭക്ഷണം അവർ വേസ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല. വന്ന എല്ലാ അളിയന്മാരും എല്ലാ ഇക്കാക്കന്മാരും കൂടെ ചേർന്നിട്ട് ഈ പറയുന്ന ബേക്കറിയും മുട്ട പപ്സും എല്ലാം തിന്നുകൊണ്ടിരുന്നിട്ട് അവരുടെ ലഹള ഉണ്ടായിരുന്നത്. അതിലും വലിയ കഷ്ടം എന്താണെന്നറിയോ? ഈ പല ബേക്കറികളുടെ ഉടമകൾ ഇസ്ലാം സഹോദരങ്ങളായിരുന്നു. ഇവർ തലയിൽ കൈ വെച്ചിട്ട് എന്തൊരു കഷ്ടപ്പാടാന്ന് നോക്കണേ. മുട്ട പപ്സിനോട് വിരോധം തീർക്കുന്ന ആളുകളെ. ഇത് കല്ലുമാക്കനോട് അവർക്ക് വലിയ പ്രശ്നമില്ല. മുട്ടയാണ് അവർ. ഈ മുട്ട ഈ ജൂതന്മാരുണ്ടാക്കുന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട്. ജ്യൂസ് ജൂതന്മാരുണ്ടാക്കിയ കണ്ടുപിടിച്ചത് ജൂതന്മാരാണ്. ആ ഒരു ഉസ്താദില്ലേ ഒരു പോഡ്കാസ്റ്റ് എല്ലാ സംഭവം ഉണ്ടായിരുന്നു, ജ്യൂസ് ഉണ്ടാക്കുന്നത് ജൂതന്മാരാണ് എന്ന് പറയും. അതേപോലെ ഈ പറയുന്ന സിനിമകൾ കാണാൻ പാടില്ല ഇവരുണ്ടാക്കി. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങനെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി 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 ഇന്ത്യയിൽ ഈ മുസ്ലിംസ് ആരും സുരക്ഷിതരല്ല
എന്നുള്ള നാരേറ്റീവ് ഉണ്ടാക്കി അവരുടെ പ്രൊപ്പഗണ്ടയിലേക്ക് 2040 45 ഈ കേരളത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, പ്രത്യേക ജില്ല വേണമെന്ന്, തിരൂർ ജില്ല വേണമെന്നുള്ള വാദം ഉന്നയിക്കുക, അതിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിൻ്റെ അതടക്കം പിന്തുണ നേടുക, ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പറയുന്ന SDP-ൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു. SIൻ്റെ ഒക്കെ ആവശ്യങ്ങൾ അത് തന്നെയാണ് ഉണ്ടാവും തോന്നുന്നത്. തിരൂർ പ്രത്യേക ജില്ല ഉണ്ടാക്കണം, മലപ്പുറത്ത് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഈ തിരൂരിന് പ്രത്യേക ജില്ല ഉണ്ടാക്കണം. എന്തൊരു വേഡിത്തമാണ് ഇവർ ദിവസം കടന്ന് പുലമ്പിക്കൊണ്ടിരുന്നത്. ആക്ച്വലി ഈ പറയുന്ന സ്റ്റുഡിയോയിലേക്ക് ഈ മാർച്ച് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഉദ്ദേശിക്കുന്നത് നമുക്ക് തമാശയായിട്ട് തള്ളിക്കളയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഭർത്താവ്. എനിക്ക് അതിൻ്റെ അകത്തെ അവരുടെ ഒരു പ്രതിഷേധം ചെറിയ രീതിയിലെങ്കിലും ഈ സാധാരണ മുസ്ലിം നാമധാരികളെ അല്ലെങ്കിൽ സാധാരണ മുസ്ലിം വിശ്വാസികളെ ചെറിയ രീതിയിലെങ്കിലും ഈ പറയുന്ന സ്റ്റുഡിയോയും ടാറ്റയും ഒക്കെ മുസ്ലിംസിന് എതിരാണ് എന്ന തരത്തിലേക്കുള്ള നറേറ്റീവ് അവരുടെ ഉള്ളിൽ ചെറുതായിട്ടെങ്കിലും കുത്തിവെക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഈ പ്രതിഷേധം കൊണ്ട് നടത്തുന്നുണ്ട്. അതിനൊക്കെ വലിയ ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് മീഡിയ വൺ പോലത്തെ അടുപ്പൂട്ടി ചർച്ച ചാനലുകളൊക്കെ കൂടിയിട്ട് ഇവർ വലിയ പ്രശ്നക്കാരാണ്. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. ഈ മീഡിയ വൺ എന്തിനായിരിക്കും ഇവർക്കൊക്കെ ഇത്രയും വലിയ ഹൈപ്പ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. SIO ജമാഅത്ത് ഇസ്ലാമി ഇവരെല്ലാം ഒറ്റ മക്കളാണല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു സംഭവമാണ് ഈ SIO. എനിക്ക് തോന്നുന്നത് എന്തായിരുന്നു, നമ്മുടെ കാശ്മീർ ഫയൽസ് സിനിമ അന്ന് നമ്മുടെ എറണാകുളത്ത് സവിത തിയേറ്ററിൽ കളിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ഷോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ SIOൻ്റെ പിള്ളേരെല്ലാം വന്നിട്ട് വെറുതെ അവിടെ കിടന്ന് അലമ്പ് പ്രതിഷേധം. ഈ കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞ സിനിമ പോലും കണ്ടിട്ടില്ലായിരുന്നു. അതിൻ്റെ അകത്തെ നറേറ്റീവ് മൊത്തം ഈ പറയുന്ന ലവ് ജിഹാദ് ഇന്ത്യയിൽ 3000 5000 ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നറേറ്റീവാണ് ഈ സിനിമയെന്ന് പറഞ്ഞിട്ട് വെറുതെ കടന്ന് പ്രതിഷേധമാണ്. എന്തായാലും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മീഡിയ വിസിബിലിറ്റി കിട്ടുന്നു എന്നുള്ള ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് ചർച്ച ചെയ്ത് തള്ളിക്കളയേണ്ട വിഷയമാണ്. പക്ഷേ ഇവന്മാരെ ഈ ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല, അല്ലേ വാർത്ത? അല്ല, തീർച്ചയായിട്ടും വിഘടനവാദത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് എന്താണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് മീഡിയ വണ്ണിനെ നിരോധിച്ചപ്പോൾ ഇവിടെ കുറേ ആളുകൾ കിടന്ന് കരഞ്ഞിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്ത് തരം സൂക്ഷ്മമായി ഇഞ്ചക്ട് ചെയ്യുകയാണ് മീഡിയ വണ്ണ് അവരുടെ അടുപ്പ് കൂട്ടി ചർച്ചയിലൂടെ ചെയ്യുന്നത്. പക്ഷേ അത് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം നേരെ ചേട്ടനൊരു കാര്യം പറയല്ലേ, ഒരു നേതാവ് വിളിച്ചിട്ട് എന്താണ് സുഖമാണോ, വീടൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ, ജോലി ചെയ്യുന്ന, നമ്മളത് കേൾക്കുമ്പോൾ എന്താണ് നമ്മളെ സുഖ വിവരങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷെ ഉള്ളിൽ കൂടി ഒരു ചെറിയ ഭീഷണി. അതേ കാര്യമാണ് മീഡിയ വണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒന്നുമില്ല, പക്ഷെ ഇഞ്ചക്ട് ചെയ്യുന്ന കാര്യം അത്രമേൽ ഭീകരമാണ്. ഇവിടെയുള്ള ആളുകളുടെ മനസ്സിലേക്ക് എന്താണ് തീവ്രവാദത്തിൻ്റെ, വർഗീയതയുടെ, വിഘടനവാദത്തിൻ്റെ, മറ്റ് ഹിന്ദുക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ നിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. അതായത് ഇവിടെ പല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിരോധിക്കുമ്പോൾ, ഇപ്പം ബീഫ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ബീഫിനെ ഹിന്ദുക്കൾ നോർത്തിലൊക്കെ അവരുടെ ദൈവമായിട്ട്, അമ്മയായിട്ടൊക്കെ കാണുന്നുണ്ട്. ബീഫല്ല, പശുവിനെ കാണുന്നുണ്ട്. അപ്പോൾ ബീഫ് നിരോധിച്ചപ്പോൾ, ബീഫ് സത്യത്തിൽ പശു അല്ല എന്നുള്ളത് വേറെ കാര്യം, പോത്താണ്. അപ്പോൾ ബീഫാക്കി മാറ്റിയത്. അങ്ങനെ വന്ന സമയത്ത് വലിയ ഭക്ഷണ സ്വാതന്ത്ര്യം അത് ഇതെന്നൊക്കെ പറഞ്ഞ് വലിയ തരത്തിൽ പ്രചരിപ്പിച്ച ആളുകൾ, എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ അതിനെ നിർമ്മാതാക്കൾ വെട്ടിയപ്പോൾ അതിനും സംഘപരിവാരത്തിൻ്റെ പേരിൽ പറഞ്ഞ ആളുകൾ ഒരു കമ്പനിയെ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വികസനത്തിന് അവരുടെ GDP-യെ വലിയ രീതിയിലേക്ക് ഉയർത്താൻ സഹായം നൽകുന്ന ഒരു കമ്പനിയെ ഉപരോധിക്കണം, എന്തിൻ്റെ പേരിൽ, ഗസയുടെ പേരിൽ ഉപരോധിക്കണം എന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ ഒരു അക്ഷരം പോലും പറയാൻ ഇവിടുത്തെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനില്ല, മുഖ്യമന്ത്രി പിണറായി വിജയനില്ല, റിയാസ് മിനിസ്റ്റർ ഇല്ല, ഇവിടുത്തെ DYFI ഇല്ല, അങ്ങനത്തെ ഒരാളുമില്ല. ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക്, അതായത് പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് ചർച്ചയും ചെയ്യേണ്ട. അല്ലേ, നമ്മളിത് പറയുന്ന സമയത്ത് പണ്ട് തുർക്കിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഇവിടെ വലിയ കലാപം ഉണ്ടായിട്ടുള്ള 1921 ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഏതൊക്കെ സ്ഥലങ്ങളിലാണോ ഈ പറയുന്ന ഈ മുസ്ലിംസിനെതിരെ ഈ ജൂതന്മാരെ പ്രശ്നമായിച്ചു വിടുന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നറേറ്റീവ് ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നങ്ങളെ ഇവിടെ പർവ്വതീകരിച്ചിട്ട് ഇവരെല്ലാവരും സുരക്ഷിതരല്ല എന്ന് പറയുന്ന നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ നന്നായി പാടുപെടുന്നുണ്ട്. ആ പാടുപെടുന്നത് ചെറിയ അർത്ഥത്തിലെങ്കിലും ഫലിക്കുന്നുണ്ട്, വിജയിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയും, ഇതിൻ്റെ പേരിൽ ടാറ്റയിൽ ഇനി കുറേ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിനെ പിന്തുണയ്ക്കുന്ന കുറേ പേരെങ്കിലും ടാറ്റയുടെ തുണി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, ഈ പറയുന്ന സ്റ്റുഡിയോയിലേക്ക് കയറാതിരിക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അധികം താമസിയാതെ പോയും അത് ടാറ്റയ്ക്ക് ചെറിയ തോതിലെങ്കിലും നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയിലേക്ക് പോകും. അങ്ങനെ നഷ്ടമുണ്ടാക്കി കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ വിജയമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, എൻ്റെ പൊന്ന് പാർത്ത, എന്തായാലും ഇന്ന് തന്നെ പോയി ടാറ്റ സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു 2 ഷർട്ടെങ്കിലും ഞാൻ എടുക്കും. അതായത് നമ്മൾ ഈ പറയുന്ന ഈ സുഡാപ്പികൾക്ക് നമ്മൾ അവിലും മലരും മറ്റേ കരുതി വെച്ചോ എന്ന് പറയുന്ന ആ മുദ്രാവാക്യം ഉന്നയിക്കുന്ന ഈ സുഡാപ്പികൾക്ക് പിന്തുണ കൊടുക്കുകയല്ലല്ലോ വേണ്ടത്. അവരുടെ പ്രതിഷേധങ്ങൾ നമ്മൾ എങ്ങനെ തകർക്കാൻ പറ്റുമോ അത് തകർക്കാം. അതുകൊണ്ട് ഞാൻ ഈ പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവരോടും പറയുന്നത്, പാർത്ത വേണമെങ്കിൽ ഞാനും പൈസ തരാം, നമുക്ക് വൈകിട്ട് പോയി സ്റ്റുഡിയോ പോയി ഷർട്ട് എടുത്തിട്ട് നമുക്ക് SIOന്റെ പ്രതിഷേധത്തിന് കൃത്യമായ പിന്തുണ കൊടുക്കാം. മാത്രമേ വേറെ കാര്യമുണ്ട്, അടുത്ത പ്രതിഷേധം ഇവർ പാസ്പോർട്ട് കത്തിച്ചുകൊണ്ടാണ്. അത് നമുക്കൊന്നും ചെയ്യാനല്ല.